സംഗമം പറവൂർ മഹാദേവ തിരുവാലൂർ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിന് ഒരു ചെറിയ മഹാദേവ തിരുവാലൂർ ഏറ്റുമുട്ടുന്നത് സംഗമത്തിലൂടാണ്. സംഗമം പറവൂരാണോ മഹാദേവ തിരുവാലൂരാണോ? ഈ ഒരു പടയോട്ടത്തിന്റെ ആത്മീയസാഹചര്യത്തിനപ്പുറം നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാഴ്ച, ഏറ്റവും മനോഹരമായിട്ടുള്ള മത്സരം നമുക്ക് തരുമ്പോൾ ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക എന്നറിയാനായിട്ടുള്ള സമയം, അതിനേക്കാളുപരി ഏറ്റവും നല്ലൊരു മത്സരം വിട്ടുകൊടുക്കില്ല, കട്ടക്കട്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സംഗമ പറവൂരിൽ പറയുന്നതാണെങ്കിൽ കൂടി ഇല്ല, ഇത് ചാടിക്കളക്കും, ഇതിനപ്പുറം ചാടിക്കളക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മഹാദേവ തിരുവാലൂർ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ ചന്ദ്രനെ ഓർമ്മിക്കാൻ ആദ്യം നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ സംഗമ പറയുന്ന സമയത്ത് മഹാദേവ പറയുന്നത് വിദേശ എന്നൊരു കാഴ്ചപ്പാടിൽ രണ്ട് ടീമുകളും കട്ടക്കട്ടയ്ക്ക് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള നമുക്ക് തരുമ്പോ എവിടെ കയ്യടികളവിടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേ, എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു മനോഹരമായ നേടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലാഭവും നഷ്ടത്തിന്റെയും അപ്പുറത്തുള്ളത് മനോഹരമായിട്ടുള്ള മത്സരമാണ്, കണ്ണഞ്ചിപ്പിക്കുന്ന മത്സരം. അതെ, 7 അടിക്ക് അപ്പുറത്തേക്ക് റിബൺ ഏത് സൈഡിലേക്ക് പോകും, ആ സൈഡിന്റെ അപ്പുറത്തുള്ള മരക്കരുത്ത്, കൈക്കരുത്ത്, ആ കഴുത്തിനോട് കൂടി വളർന്നുമ്പോൾ ഇവരെ സംഗമമാണോ മഹാദേവ തിരുവാലൂരാണോ? മഹാദേവ തിരുവാലൂരില്ല കറുപ്പും നീരുകൊണ്ട് മരിച്ചനെ കൊണ്ടുപോകുമ്പോൾ ഇല്ല ഏറ്റവും മനോഹരമായ മത്സരം ഇവിടെ നടക്കുന്ന സമയമാണ്. രണ്ട് കോച്ചുകളുടെയും ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടുതന്നെ സംഗമ പറവൂരും മഹാദേവ തിരുവാലൂരും മത്സരിക്കുകയാണ്. പഴക്കലും പ്രേമികൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള മത്സരം. അതെ, സംഗമമാണോ മഹാദേവ തിരുവാലൂരാണോ? സംഗമം ഒരൽപ്പം മുന്നിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇത് തരില്ല. അതോടൊപ്പം സുരാജ് പറഞ്ഞത് സത്യമാണ്. ഇന്ന് ഇവിടെ വന്നവർക്കെല്ലാം ഒരു ഓണത്തിന്റെ വിരുന്ന് സമ്മാനിച്ചുകൊണ്ട് തന്നെയുള്ള തീപ്പൊരി മത്സരങ്ങളാണ് കടന്നു പോവുക. പക്ഷേ അതൊരു നിയമാവലിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിയമങ്ങൾക്കൂടെ ഉള്ളിൽ നിന്നാണ് ആ മത്സരം സംഘടിപ്പിച്ചിരിക്കുക. ആയതുകൊണ്ട് തന്നെ ആ ട്രാക്കിനുള്ളിലേക്ക്, ആ മാറ്റിലേക്ക് കയറിയിരിക്കുന്ന ആളുകൾ ദയവേത് മറ്റ് സംവിധാനങ്ങളിലേക്കൊന്നും മാറി നിൽക്കുക. കാരണം പിന്നീടുള്ള മത്സരങ്ങളെല്ലാം ടൈറ്റ് ആണ്. നിങ്ങളുടെ ദേഹത്ത് സ്പർശിച്ചാൽ ഈ മത്സരം നയിക്കുവാൻ കഴിയില്ല. ആയതുകൊണ്ട് തന്നെ ദയവേത് ഞങ്ങളോട് ഒരിക്കൽ കൂടി സഹകരിക്കുക. തൊട്ടടുത്ത മത്സരങ്ങൾക്കായി ശ്രീ മഹാദേവ തിരുവാലൂർ സഭയിൽ എത്തിച്ചേരേണ്ടതാണ്. പിടിച്ചതിനേക്കാൾ വലുത് അണയിൽ ഇരിക്കുന്നതേ ഉള്ളൂ, പൂരം വരാനിരിക്കുന്നതേ ഉള്ളൂ.
പോരാട്ടത്തിലേക്ക് എത്തുന്ന മടക്കുതിരകളിൽ ഇതാ തരംഗടിക്ക് വേണ്ടി കട്ടപ്പയല്ലേ ഏറ്റവും ആദ്യം നിൽക്കുന്നത്. അതെ, കട്ടപ്പ തന്നെ. കട്ടപ്പയ്ക്ക് പിന്നിൽ കുത്തില്ലാത്ത 6 പേര്. സാധാരണ കട്ടപ്പയെ പുറകിൽ നടത്തിയെങ്കിൽ ഇവിടെ 7 പേരുടെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു മത്സരത്തിന്റെ ആ ഒരു പ്രതീക്ഷകളത്രയും വിജയത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തരംഗിണിയാണോ? ഇല്ല, വിട്ടു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മത്സരം ഇതാ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. സ്വീകരിക്കാം. വീണ്ടും നിലനിൽപ്പിന്റെ പോരാട്ടത്തിലേക്ക് 14 കായിക പടയാളികൾ. തരംഗിണി വഴിയുടെ ഇളനീല കുപ്പായക്കാരെങ്കിൽ അതുപോലൊരു കാലഘട്ടത്തിന്റെ നാമധേയവും പേറി ഈ പടക്കളത്തിലേക്ക് കടന്നു വന്ന കായിക പടയാളികളാണ് ചലഞ്ചേഴ്സ്, മറ്റേകൂടി വർഗീസും ജോൺസൺ മത്തായിയും എല്ലാം അടങ്ങുന്ന കായിക പടയാളി കൂട്ടങ്ങൾ. എന്നാൽ മറുവശത്ത് റെനീഷും സംഘവും ആവേശ പോരാട്ടത്തിന്റെ ആരവങ്ങളുമായി വീണ്ടും മറ്റൊരു മികവിന്റെ തേരോട്ടം സമ്മാനിക്കുമ്പോൾ ഇടിവെട്ടിന്റെ കൊടിപൂരങ്ങൾ സമ്മാനിച്ചുകൊണ്ട് തന്നെ റെനീഷും സംഘവും വിജയം കുതിപ്പിനാക്കം കൂട്ടുന്ന കളിക്കൂട്ടുകാരായി അവസാന പദ്ധതിയെ ലക്ഷ്യം വയ്ക്കുന്ന കാഴ്ച കയ്യടിച്ച് തന്നെ സ്വീകരിക്കേണ്ടുന്ന പോരാട്ടത്തിലേക്ക് കട്ടപ്പയും സംഘവും ആവേശ പോരാട്ടത്തിന്റെ ആരവങ്ങൾ ഈ പടക്കളത്തിൽ മറ്റൊരു കേട് കൊണ്ടുയർത്തുവാൻ ആവേശകരമായ പോരാട്ടത്തിലേക്ക് അവസാന 9.5 അടിയിൽ ആടി മുറിയുന്ന റിവൺ ആർക്കാരെ പരാജയപ്പെടുന്ന ആർക്കാരുടെ മേൽ ആധികാരിക വിജയം അത് കൈപ്പിടിയിലെടുക്കാം. അവസാന 9 കടന്ന് കട്ടപ്പയും സംഘവും തരംഗിണി വഴിപ്പുഴ.